യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് വിവാദമാകുന്നു. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസാണ് രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുലിനെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുമുതൽ നശിപ്പിച്ചു, കലാപാഹനം നടത്തി എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് കേസിലെ ഒന്നാം പ്രതി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 31 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എം.എൽ.എ, എം വിൻസെന്റ് എം.എൽ.എ എന്നിവരും പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തുടർച്ചയായി പോലീസ് ആക്രമിക്കുന്നു എന്നാരോപിച്ച് സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷമുണ്ടാകുകയായിരുന്നു. കണ്ടാലറിയാവുന്ന 300-ലേറെ പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ രാവിലെ അറസ്റ്റുമായി സഹകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന പോലീസിൻ്റെ പ്രവൃത്തിയെ വിമർശിച്ചിരുന്നു. രാവിലെ ബെഡ്റൂം തുറന്ന് അറസ്റ്റ് ചെയ്ത നിങ്ങളോട് ഞാൻ സഹകരിച്ചില്ലേ, പിന്നെ എന്തിന് എന്നെ ഫോഴ്സ് ഉപയോഗിച്ച് അകത്ത് കയറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് രാഹുൽ വിമർശിച്ചത്. തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ തങ്ങളുടെ മനോവീര്യം തകർക്കാനാവില്ല എന്നും പ്രസ്ഥാനത്തെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നും UDF കൺവീനർ എം ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പോൾ വളരെ സഹകരിച്ചിരുന്ന മാങ്കൂട്ടത്തിലിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ സംഘർഷവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നു എന്നാണ് നമുക്ക് അവസാനമായി ലഭിച്ച റിപ്പോർട്ടുകൾ.